ഇസ്രയേലും ഇറാനും തമ്മിൽ ദശാബ്ദങ്ങളായി നടക്കുന്ന നിഴൽ യുദ്ധം തുറന്ന പോരിലേക്ക് എത്തിയതോടെ ലോകശ്രദ്ധ മുഴുവൻ പശ്ചിമേഷ്യയിലാണ്. അതിനിടെ ആണവ പദ്ധതി നിയന്ത്രിക്കാനുള്ള കരാറിൽ ഉടനെത്തണമെന്ന ആവശ്യവുമായി ഇറാന് മുന്നിൽ എത്തിയിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്താണ് USന്റെ നീക്കം? വിശദമായി നോക്കാം. പശ്ചിമേഷ്യയിൽ പുതിയ യുദ്ധമുഖം കൂടി തുറക്കപ്പെടുമ്പോൾ ഇത് ഇറാന്റെ രണ്ടാം അവസരമെന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നത്. ഇറാനിയൻ സാമ്രാജ്യമെന്ന് മുൻപറിയപ്പെട്ടിരുന്നതിനെ രക്ഷിക്കാൻ ഇറാൻ നേതൃത്വം ഇപ്പോൾ നടപടിയെടുത്തില്ലെങ്കിൽ സർവനാശമുണ്ടാകുമെന്നും ട്രംപ് ഭീഷണി മുഴക്കുന്നുണ്ട്. ഇറാന്റെ ആണവ പദ്ധതിയുടെ തലവെട്ടാൻ എത്ര ദിവസം വേണമെങ്കിലും ആക്രമണം നടത്തുമെന്ന് പ്രതിജ്ഞയെടുത്തിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഈ ആക്രമണങ്ങളിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് വൈറ്റ് ഹൗസ് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും ട്രംപിന്റെ മൗനാനുവാദം ഉണ്ടായിരുന്നുവെന്നത് നിസ്തർക്കമാണ്. ലോകത്തെ ഏറ്റവും മികച്ചതും മാരകവുമായ സൈനിക ഉപകരണങ്ങൾ അമേരിക്കയാണ് നിർമ്മിക്കുന്നത്. അതിൽ ധാരാളം ഇസ്രായേലിന്റെ പക്കലുണ്ട്. ഇനിയും കൂടുതൽ വരാനിരിക്കുന്നു. അവർക്കത് ഉപയോഗിക്കാനും അറിയാമെന്ന് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു. വെള്ളിയാഴ്ച പുലർച്ചെ ഇസ്രായേൽ ഇറാനിൽ ആക്രമണം ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ചർച്ചയിലൂടെ ഇറാനുമായി ധാരണയിലെത്താമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. ഇസ്രായേലിന്റെ നീക്കങ്ങൾ അറിയാമായിരുന്ന ട്രംപ് തങ്ങൾക്ക് അതിലൊന്നും പങ്കാളിത്തമില്ല എന്ന് ലോകത്തെ വിശ്വസിപ്പിക്കാൻ നടത്തിയ പ്രതികരണമായിട്ടാണ് പലരും അതിനെ പക്ഷേ വിലയിരുത്തിയത്. ഇറാന്റെ പ്രത്യാക്രമണങ്ങളെ തടുക്കാൻ കപ്പലുകൾ ഉൾപ്പെടെയുള്ള സൈനിക വിഭവങ്ങൾ പശ്ചിമേഷ്യൻ മേഖലയിലേക്ക് അമേരിക്ക മാറ്റിയിട്ടുണ്ട്. USS തോമസ് ഹഡർ എന്ന യുദ്ധക്കപ്പൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കൻ മെഡിറ്ററേനിയനിലേക്ക് നീങ്ങിക്കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ. സമീപ ആഴ്ചകളിൽ ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ ഇസ്രായേൽ വർദ്ധിപ്പിച്ചപ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ അമേരിക്കയെ ഉത്തരവാദിയാക്കുമെന്ന് ഇറാൻ സൂചന നൽകിയിരുന്നു. അതിനിടെയാണ് വീണ്ടും ആണവ പദ്ധതി നിയന്ത്രിക്കണമെന്ന ആവശ്യം ആവർത്തിച്ച് ട്രംപ് ഭീഷണിയുമായി രംഗത്തെത്തുന്നത്. അതിനിടെ എണ്ണവില കുതിച്ചുയരുകയും ആഗോള ഓഹരി വിപണി ഇടിയുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഘർഷം ലോക സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുമോ എന്ന ആശങ്കയും വർദ്ധിച്ചു വരികയാണ്. ഇറാന്റെ ആണവ പരിപാടികൾ ഇസ്രായേലിന്റെ ഉറക്കം കെടുത്താൻ തുടങ്ങിയിട്ട് നാളേറെയായി. ആ പദ്ധതി വഴിത്തിരിവിലെത്തിയെന്ന പ്രത്യേകിച്ച് അടിസ്ഥാനങ്ങളൊന്നുമില്ലാത്ത റിപ്പോർട്ടുകളുടെ ചുവടുപിടിച്ചാണ് ഇസ്രായേൽ ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത്. 2015 ഇറാൻ JCPOA എന്ന ആണവ കരാറിൽ ഒപ്പുവെച്ചിരുന്നു. എന്നാൽ 2018 പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനപ്രകാരം കരാറിൽ നിന്ന് US ഏകപക്ഷീയമായി പിൻവാങ്ങി. US പിന്മാറിയതോടെ ഇറാൻ ആണവ പരിപാടി പുനരാരംഭിച്ചു. ഇപ്പോൾ യുറേനിയം 60% വരെ സമ്പുഷ്ടീകരിക്കാൻ ഇറാൻ ശേഷി നേടിയതായാണ് റിപ്പോർട്ടുകൾ. അത് 90% ഏതാനും മാസങ്ങൾ മാത്രം മതിയാകും. അതോടെ ആണവായുധം വികസിപ്പിക്കാൻ ഇറാൻ സാധിക്കുമെന്നൊക്കെയാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന നരേറ്റീവുകൾ. എത്രയും വേഗം തടഞ്ഞില്ല എങ്കിൽ ചുരുങ്ങിയ സമയം കൊണ്ട് ഇറാൻ ആണവായുധം വികസിപ്പിക്കുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു വെള്ളിയാഴ്ച അവകാശപ്പെട്ടിരുന്നത്.